അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, ഇന്ന് നാം ജീവിക്കുന്ന ലോകത്ത് പല പ്രശ്നങ്ങളും സമൂഹത്തിലുണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ലോകത്ത് അനീതിയുണ്ട്, ഈ ലോകത്ത് അക്രമമുണ്ട്, അസമത്വമുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ഒരു നിമിഷം നമുക്ക് നമ്മുടെ സമയമൊന്ന് പിന്നോട്ട് തിരിക്കാം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്ക എന്ന മരുഭൂമിയിലെ നഗരത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള ആ അറബ് സമൂഹം ആത്മീയമായും സാമൂഹികമായും നൈതികമായും പൂർണ്ണമായും ഒരു തകർച്ചയിലായിരുന്നു അവർ. ആ ഒരു കാലഘട്ടത്തെ ഇസ്ലാമിക ചരിത്രം വിളിക്കുന്നത് ജാഹിലിയ കാലമെന്നാണ്, അഥവാ അജ്ഞതയുടെ വിവരക്കേടിൻ്റെ ഒരു കാലഘട്ടം. ഏകദൈവ ആരാധനയിലൂടെ അറിയപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും പേരുകൾ കൊണ്ട് മാത്രം അവർക്ക് പരിചയമുണ്ട്. പക്ഷെ അവർ പഠിപ്പിച്ച ഏകദൈവ ആരാധനയ്ക്ക് പകരം ബഹുദൈവ ആരാധനയുടെ വക്താക്കളായി അവർ മാറിയിരിക്കുന്നു. ഒരു ദൈവത്തെ ആരാധിക്കേണ്ട മനുഷ്യൻ നൂറുകണക്കിന് വിഗ്രഹങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥ. മക്കയിലെ ഓരോ വീട്ടിലും ഓരോ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അവർക്കിടയിലെ ഓരോ ഗോത്രത്തിനും ഓരോ ദൈവമുണ്ടായിരുന്നു എന്നാണ്. ആരാണ് അള്ളാഹു എന്നവർക്കറിയാം. പക്ഷേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. സഹോദരങ്ങളെ, അവരുടെ കൈകൾ കൊണ്ട് കൊത്തിയ കല്ലുകൾക്ക് മുന്നിൽ അവർ കണ്ണു നിറച്ചു പ്രാർത്ഥിച്ചു. സ്വന്തം കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹത്തിന് മുന്നിൽ അവർ തലകുനിച്ചിരുന്നു. ഭക്ഷണം വെച്ചു കൊടുത്താൽ അത് തിന്നാത്ത ദൈവങ്ങൾ, സംരക്ഷണം ചോദിച്ചാൽ അതിന് മറുപടി പറയാത്ത ദൈവങ്ങൾ. എന്നിട്ടും അതിനു മുമ്പിൽ അവർ ജീവിച്ചുപോയി, അവർ മരിച്ചു വീണു. ഇത് അറബികളായ സമൂഹത്തിൻ്റെ ആത്മീയ മേഖലകളിലെ അജ്ഞതയായിരുന്നു എങ്കിൽ മറ്റെല്ലാ മേഖലകളിലും ഇതുപോലെ അരാജകത്വം നിറഞ്ഞു നിന്ന ഒരു കാലത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു വരുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു ചെറിയ കാരണത്തിന് ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങളോളം യുദ്ധം നടന്നിരുന്നു എന്നാണ്. ഒരു കവിതയെ ചൊല്ലിപ്പോലും അവർക്കിടയിൽ രക്തം ചൊരിഞ്ഞിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എൻ്റെ ഗോത്രം മാത്രമാണ് ശരിയെന്ന ഒരു അഹങ്കാരം ഓരോ മനുഷ്യന്മാരുടെയും നീതിബോധത്തെ മറികടന്നിരുന്നു എന്നാണ്. നീ ഒരാളെ കൊന്നാൽ ഞാൻ നിൻ്റെ ഗോത്രത്തിലെ 2 പേരെ കൊല്ലുമെന്ന മനുഷ്യത്വരഹിതമായ ചിന്ത. സമൂഹത്തിൽ യാതൊരു നിലക്കും സുരക്ഷയില്ലാതിരുന്ന, സ്ത്രീകൾക്ക് ബഹുമാനമില്ലാതിരുന്ന, ദരിദ്രർക്ക് കരുണയില്ലാതിരുന്ന, ബലഹീനർക്കു സംരക്ഷണമില്ലാതിരുന്ന ഒരു കാലഘട്ടം. കുത്തഴിഞ്ഞ ലൈംഗികതയും യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഒരു അധാർമികമായ ജീവിതവും അന്ന് അറബികളുടെ മുഖമുദ്രയായി മാറിയെന്ന്. അവർക്കിടയിൽ കുടുംബ വ്യവസ്ഥ തകർന്നു തരിപ്പണമായിരുന്നു. ശക്തൻ ബലഹീനനെ ചവിട്ടി മതിക്കുന്ന ഒരു കാലം. സഹോദരങ്ങളെ, അവരുടെ ജീവിതം കൂരാകൂരിട്ടിൽ മുങ്ങിയിരുന്നതായി ചരിത്രം പറയുമ്പോൾ അതിൽ യാതൊരു അതിശയോക്തിയും നമുക്ക് ഉണ്ടാകേണ്ടതില്ല. അത്രമാത്രം ആത്മാവിന് ദിശയില്ലാത്ത, ഹൃദയത്തിന് സമാധാനമില്ലാത്ത, സമൂഹത്തിന് നിയമമില്ലാത്ത ഒരു കാലമായിരുന്നു അത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇസ്ലാമികമായി പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ കേവലം ഒരു കാലഘട്ടത്തിൻ്റെ കഥയല്ല, മറിച്ച് ഏത് കാലഘട്ടത്തിലായാലും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു ദുരവസ്ഥയുടെ ചിത്രമാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ മരുഭൂമിയുടെ ചൂടിൽ, മനുഷ്യഹൃദയങ്ങളുടെ വരണ്ട മണ്ണിൽ ഒരു പ്രകാശം ഉദിക്കുകയാണ്. പച്ചയായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് സമ്പത്തില്ല, അദ്ദേഹത്തിന് സൈന്യമില്ല, അദ്ദേഹത്തിന് രാജകീയമായ പദവികളില്ല. പക്ഷേ ആ സമൂഹത്തിൽ സത്യത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് അദ്ദേഹം എഴുന്നേൽക്കുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ കൽപ്പിക്കപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ സമുദായത്തെ വിവിധ ആരാധ്യന്മാരെ ആരാധിക്കുന്നതിലേക്കും അതുവഴി പല രൂപത്തിലുള്ള ഭിന്നതയിലേക്കും കക്ഷിത്വത്തിലേക്കുമൊക്കെ നയിച്ച ആ ഒരു സമൂഹത്തെ അവരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞതായി സൂറത്ത് അൻആമിലെ 150 സൂക്തത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ഷൈഇൻ. തങ്ങളുടെ മതത്തിൽ ഭിന്നതയുണ്ടാക്കുകയും കക്ഷികളായി തീരുകയും ചെയ്തവർ ആരാണോ അവരുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ് സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ. അവരുടെ കാര്യം
അള്ളാഹുവിങ്കലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത്. അവർ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റി അവൻ അവരെ അറിയിച്ചു കൊള്ളുമെന്ന്. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുമ്പോൾ ആ മക്കയിലുണ്ടായിരുന്ന അന്നത്തെ അറബികൾ അവർ തിന്മകളുടെ വിവിധ മുഖങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അവർക്കിടയിലുണ്ടായിരുന്ന ശിർക്കിൻ്റേതായിട്ടുള്ള ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. ആ വിഷയങ്ങളെക്കുറിച്ച് മുഹമ്മദ് നബി അവരെ പഠിപ്പിച്ചപ്പോൾ അവർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നവനാണ് എന്ന് ചിത്രീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ ഭിന്നതകൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് മുഹമ്മദ് നബിയല്ല. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി പഠിപ്പിച്ച ആശയമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കക്ഷികളായിട്ട് അവർ മാറിയതാണ് യഥാർത്ഥ ചരിത്രം. ആ വിഷയത്തെക്കുറിച്ച് നാളെ പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന വിഷയമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ സംസാരിക്കുന്നത്. അന്നത്തെ അറബികൾ അവർ തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളായിരുന്നു. അധാർമികമായ പ്രവർത്തികൾ അവർക്കിടയിൽ സാർവത്രികമായിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മതത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് വാചികമായി പറയുകയും, എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിശ്വസിച്ച ആ അള്ളാഹുവിൽ അവർ ശരിയായ രൂപത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പരിചയപ്പെടുത്തിയ പരലോകത്തിലും അവർ ശരിയായ നിലക്ക് വിശ്വസിച്ചിരുന്നില്ല. പകരം അവർ അതിനെല്ലാം എതിരായി പറഞ്ഞു നടന്നിരുന്ന ഒരു സമൂഹമായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായമായ സൂറത്ത് അൻആമിലെ 29-ാമത്തെ സൂക്തത്തിൽ അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വഖാലു ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ വമാ നഹ്നു ബിമബ്ഊസീൻ. അവർ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഐഹിക ജീവിതമല്ലാതെ യാതൊന്നുമില്ല, ഞങ്ങൾ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരുമല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിലേക്ക് അവർ അഭയം പ്രാപിച്ചു. ഈ ഒരു വിഷയത്തെ തിരുത്താൻ ശ്രമിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അവർ ചോദിച്ചു എന്നാണ്. സൂറത്ത് സ്വാദിലെ 5-ാമത്തെ സൂക്തത്തിൽ നമുക്കിങ്ങനെ കാണാം. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബുൻ. ഇവൻ പല ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കിയിരിക്കുകയാണോ? തീർച്ചയായിട്ടും ഇത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയെന്ന്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ബുദ്ധിയും യുക്തിയുമൊക്കെ വിട്ട് ദേഹേച്ഛകളെ മാത്രം പിന്തുടർന്നാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യം. അജ്ഞാനകാലത്തെ അറബികൾ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. കവിതയിലും സംസാരത്തിലുമൊക്കെ ലോകത്തെ വിസ്മയിപ്പിച്ച ആളുകളാണ് അവർ. പക്ഷേ അവർ അവരുടെ ബുദ്ധിയെ അല്ല, ദേഹേച്ഛകളെ ആയിരുന്നു അവർ പിൻപറ്റിയിരുന്നത്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ഈ വക ചോദ്യം അവരെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായിരുന്നു. അവരുടെ മനസ്സിൽ എന്തിനോടെങ്കിലും ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് എങ്കിൽ അതായിരിക്കും അവരുടെ നിയമം. എന്തിനോടെങ്കിലും അവർക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട് എങ്കിൽ അതായിരിക്കും അവരുടെ നീതി. സ്വഭാവത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത, വാക്കുകളിൽ ഒരു മാന്യതയുമില്ലാത്ത, പ്രവർത്തികളിൽ ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത തീർത്തും മോശപ്പെട്ട ഒരു ജനത. പിശാച് അവരുടെ മനസ്സിൽ ഇതെല്ലാം വലിയ അലങ്കാരമായി തോന്നിപ്പിച്ചു. സഹോദരങ്ങളെ, മദ്യമില്ലാതെ ഒരു ദിവസം പോലും അവർക്ക് കഴിയാൻ സാധിക്കില്ലായിരുന്നു എന്ന ചരിത്രം പറയുന്നത്. മദ്യം അവരുടെ ആഘോഷമാണ്, മദ്യം അവരുടെ ദുഃഖത്തിനുള്ള പരിഹാരമാണ്, മദ്യം അവരുടെ സാമൂഹികമായ ബന്ധങ്ങൾ പടുത്തുയർത്തുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ച ഒരു ഘടകമാണ്. പലിശയുമായി ബന്ധപ്പെടുന്നതിൽ ഒരു കുറ്റബോധവുമില്ലാത്ത സമൂഹം. ഒരു ദരിദ്രൻ കടം വാങ്ങിക്കഴിഞ്ഞാൽ അവൻ ജീവിതകാലം അടിമക്ക് സമാനമായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. വ്യഭിചാരം ഒരു കുറ്റമേ അല്ല, അതെല്ലാം ഒരു സംസ്കാരമായി കാണുന്ന ജനത. സ്ത്രീകൾക്ക് സംരക്ഷണമില്ല, പുരുഷന്മാർക്ക് നിയന്ത്രണമില്ല, സ്ത്രീകളെ കേവലം ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടു രസിച്ച ഒരു ജനത. നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന് കേട്ടാൽ ആ കുട്ടിയുടെ പിതാവിൻ്റെ മുഖം ഇരുണ്ടുപോകുന്ന, വല്ലാത്ത അപമാനം പേറുന്ന, സമൂഹത്തിൽ ലജ്ജിച്ചുകൊണ്ട് തലതാഴ്ത്തി നടക്കേണ്ട ഒരവസ്ഥ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എങ്കിൽ ആ അറബി സമൂഹത്തെ എന്ത് പേര് പറഞ്ഞുകൊണ്ടാണ് വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുക? ജനിച്ചു വീണ കുട്ടി പെണ്ണാണ് എങ്കിൽ ചില പിതാക്കന്മാർ സ്വന്തം കൈകൊണ്ട് ആ പിഞ്ചു പൈതലിനെ ജീവനോടെ മണ്ണിൽ കുഴിച്ചു മൂടിയിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മളിവിടെ തിരിച്ചറിയണം, അത് വെറും ഒരു കൊലപാതകമല്ല, മനുഷ്യത്വത്തിൻ്റെ ശവസംസ്കാരമായിരുന്നു അത് എന്ന് പറയാനാണ് ഈ ഉള്ളവൻ ഇഷ്ടപ്പെടുന്നത്. സമാനമായ ഒരു രൂപത്തിൽ ഇന്നും
ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗർഭസ്ഥ ശിശു പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ ഗർഭം അബോർഷൻ ചെയ്ത് നശിപ്പിച്ച് കളയുന്ന അതേ പ്രാകൃത സംസ്കാരം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ലജ്ജാവഹമായിട്ടുള്ള ഒരു ദുരന്തമാണ്. അങ്ങനെ ഭ്രൂണഹത്യ ചെയ്യുന്ന ആളുകളോട്, അങ്ങനെ പെൺകുട്ടികളെ കൊന്നുകളയുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 31-ാം ആയത്തിൽ സംസാരിക്കുന്നുണ്ട്. വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖിൻ, ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും വ ഇയ്യാകും, നാമാണ് അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, അവരെ കൊല്ലുന്നത് തീർച്ചയായും ഭീമമായ അപരാധമാകുന്നു എന്ന്. എന്ന സഹോദരങ്ങളെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാൻ ഈ രൂപത്തിൽ ദൈവത്തെ പേടിക്കാതെ മനുഷ്യ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയാൻ അവർ എന്തുകൊണ്ട് തയ്യാറാകുന്നു എന്നതിൻ്റെ കാരണം കൂടി പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായമായ സൂറത്ത് അൻആമിലെ 137-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വകദാലിക സയ്യന ലികസീരിൻ മിനൽ മുശ്രികീന ഖത്ല ഔലാദിഹിം ശുറകാഉഹും, അവർ പങ്കാളികളാക്കിയ ദൈവങ്ങൾ പലർക്കും സ്വന്തം മക്കളെ കൊല്ലുന്നത് ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു എന്ന. പാപങ്ങൾ പോലും അവർക്ക് ഭംഗിയായിട്ടാണ് തോന്നുന്നത്, അലങ്കാരമായിട്ടാണ് അത് തോന്നുന്നത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അപകടം. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റായി തോന്നാതിരിക്കുക എന്ന് പറയുന്നത്, അതെല്ലാം ഒരു അലങ്കാരമായി തോന്നുക എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ്. അക്രമം നടത്തുന്ന ആളുകൾ, കൊള്ള നടത്തുന്ന ആളുകൾ, കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകൾ, വഴി തടയുന്ന ആളുകൾ, വഴിയിൽ മാർഗതടസ്സമുണ്ടാക്കുന്ന ആളുകൾ, ഈ ആളുകളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങളെ വലിയ അഭിമാനത്തോടു കൂടി, അഹങ്കാരത്തോടു കൂടിയാണ് പലരും ഇതെല്ലാം സമൂഹത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ദൈവത്തോട് ധിക്കാരം കാണിക്കുന്ന പ്രവർത്തനങ്ങൾ എടുത്തു പരിശോധിച്ചാലും മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട സാമൂഹികമായിട്ടുള്ള മണ്ഡലങ്ങളിലെ അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചാലും അതിനോടെല്ലാം സംവദിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു മറുപടിയുണ്ട്. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ചെയ്തത് ഞങ്ങളും ചെയ്യുമെന്നായിരിക്കും, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ തറവാട്ടുകാർ ചെയ്തതാണ് ഇതൊക്കെ എന്ന് പലപ്പോഴും അവർ മറുപടി പറയും. അത് എത്ര തന്നെ തെറ്റായാലും അതിനെ തിരുത്താൻ പല ആളുകളും തയ്യാറാകാറില്ല എന്നുള്ളതാണ് വാസ്തവം. അവരോട് പരിശുദ്ധ ഖുർആൻ 31-ാം അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ 21-ാമത്തെ സൂക്തത്തിലൂടെ ചോദിക്കുകയാണ്, വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനെ പിന്തുടരൂ എന്ന് അവരോട് പറയുമ്പോൾ ഖാലു ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കൾ നിലകൊണ്ട വഴിയാണ് ഞങ്ങളും പിന്തുടരുന്നത് എന്ന് അവർ പറയും എന്നാണ്. അവലൗ കാന ശൈത്താനു യദ്ഉഹും ഇലാ അദാബി സഈർ, പിശാച് ജ്വലിക്കുന്ന നരകത്തിലേക്കാണ് അവരെ ക്ഷണിക്കുന്നത് എങ്കിലും അവരതാണ് പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, മനുഷ്യൻ തൻ്റെ ധാർമ്മികമായ അടിത്തറയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന അവസ്ഥയാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. നന്മ ഹൃദയത്തിലേക്ക് കയറാത്ത അവസ്ഥയിൽ നമ്മുടെ ഹൃദയം കടുത്തു പോകാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. കണ്ണുകൾ കാണുന്നുണ്ട്, പക്ഷേ കാണേണ്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ, കാതുകൾ കേൾക്കുന്നുണ്ട്, പക്ഷേ കേൾക്കേണ്ട ഉപദേശങ്ങൾ കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ അജ്ഞാനകാലത്തെ ഇരുണ്ട സമൂഹത്തെപ്പോലെ മൂല്യം നഷ്ടപ്പെട്ട വരണ്ട ഹൃദയത്തിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ സഹോദരങ്ങളെ മാറിപ്പോകും എന്നുള്ളത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അന്ന് അറേബ്യയിൽ ഇത്തരം ഒരു അവസ്ഥ അവരിൽ ഉണ്ടായപ്പോൾ സദസ്സുകളിൽ അവർ ഇരുന്ന് കവിതകൾ പാടി. പക്ഷെ അത് സമാധാനത്തിൻ്റെ കവിതകളായിരുന്നില്ല, മറിച്ച് യുദ്ധത്തിൻ്റെ മഹത്വഗാഥകളായിരുന്നു അവർ പാടിയിരുന്നത്. ഞങ്ങളുടെ ഗോത്രം എത്ര പേരെ കൊന്നു, ഞങ്ങളുടെ വീരൻ എത്ര രക്തം ചൊരിഞ്ഞു, ഇങ്ങനെയൊക്കെ അവരുടെ അഭിമാനം പ്രകടിപ്പിക്കാൻ കഴിയുന്ന വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധങ്ങളുടെ സാഹസകഥകൾ ഗർവോടുകൂടി അവതരിപ്പിച്ചിരുന്ന ഒരു സമൂഹം അവർക്ക് രക്തച്ചൊരിച്ചിൽ ഒരു പ്രശ്നമേ അല്ല. മൃഗങ്ങളെക്കാൾ താഴ്ന്ന അവസ്ഥയിൽ ജീവിച്ച ഒരു സമൂഹമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ആ ഒരു സമൂഹത്തിലേക്കാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അവർക്ക് പടച്ചതമ്പുരാൻ അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു. അതിൽ പല ആളുകളും ക്രമേണ പരിശുദ്ധ ഖുർആനിൻ്റെ ആശയം സ്വീകരിച്ചുകൊണ്ട് ദൈവഭക്തിയുള്ള ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ അഹങ്കാരം പ്രകടിപ്പിച്ചുകൊണ്ട് വലിയ ഒരു സമൂഹം
ആ പ്രവാചകനെ ആക്രമിക്കാൻ വേണ്ടിയാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു സമയം ചെലവഴിച്ചിട്ടുള്ളത്. ഇത് കണ്ടും കേട്ടും പേടിച്ച ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആദർശം സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ അതിന് കാരണമായി പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒന്ന്, പരിശുദ്ധ ഖുർആനിൽ 28-ാം അധ്യായമായ സൂറത്ത് ഖസസിലെ 57-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാം. വഖാലു ഇന്നത്തബിഉൽ ഹുദാ മഅക നുതഖത്തഫ് മിൻ അർളിനാ, താങ്കളോടൊപ്പം ഞങ്ങൾ സന്മാർഗം പിന്തുടർന്നാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ എടുത്തെറിയപ്പെടുമെന്നാണ്. അതുകൊണ്ട് സത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ പല ആളുകളും അവർ പേടിച്ചുപോയി. തൻ്റെ സ്ഥാനം തെറിച്ചു പോകുമോ, തൻ്റെ അധികാരം ഇല്ലാതാകുമോ, തൻ്റെ സൗകര്യം നഷ്ടപ്പെട്ടു പോകുമോ, ഇങ്ങനെയുള്ള പേടി കൊണ്ട് ഈ ഒരു ആദർശത്തെ സ്വീകരിക്കാൻ അവർ മടി കാണിച്ചു. അവർ അതിനെ പരിഹസിച്ചു. ഒടുക്കം അള്ളാഹുവിനോട് പോലും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സംസാരിക്കാൻ ഈ മനുഷ്യന്മാർ തയ്യാറായി. എന്തായിരുന്നു ആ വെല്ലുവിളി? പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായമായ സൂറത്ത് അൻഫാലിൽ 32-ാമത്തെ സൂക്തത്തിൽ നമുക്ക് ആ ഭാഗം കാണാൻ സാധിക്കും. അവർ പറഞ്ഞതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരികയാണ്. അവർ പറഞ്ഞ സന്ദർഭം, അള്ളാഹുവേ, ഇത് നിൻ്റെ പക്കൽ നിന്നുള്ള സത്യമാണ് എങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ, ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് കല്ല് വർഷിപ്പിക്കണം. ഔ യഅ്തിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങളുടെ മേൽ കൊണ്ടുവരണമെന്ന്. എത്ര വലിയ അഹങ്കാരമാണ് ഈ സംസാരം, എത്ര വലിയ ധാർഷ്ട്യമാണ് ഈ നിലപാട്. സഹോദരങ്ങൾ, ഇത് കേവലം ഒരു സമൂഹത്തിൻ്റെ കഥ മാത്രമല്ല. ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും ഇതുപോലെയുള്ള മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ അട്ടഹാസങ്ങൾ കേട്ടുപരിചയിച്ച ആളുകളാണ്. ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സത്യത്തെ അംഗീകരിക്കുന്നതിന് പകരം ശിക്ഷയെ കൊണ്ടുവരാൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ സത്യം പ്രചരിപ്പിച്ച ആളുകൾ അടിച്ചമർത്തുക, അവരോട് യുദ്ധം പ്രഖ്യാപിക്കുക, ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ എതിരാളികളായിട്ടുള്ള ആളുകൾ പ്രവാചകന്മാരോട് ചെയ്തിരുന്നത്. ഇതെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ ജീവിതത്തിൽ നേരിട്ട വലിയ വെല്ലുവിളികളാണ്. എന്നാൽ ആ ഒരു സമൂഹത്തെ എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തത്? ഏത് സന്ദേശം നൽകിക്കൊണ്ടാണ് മരുഭൂമിയിലെ മണൽപ്പരിപ്പിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നടന്നു നീങ്ങിക്കൊണ്ട് ലോകത്തിന് മുമ്പിൽ ഒരു മാതൃകയാകുന്ന രൂപത്തിലേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ പരിവർത്തിപ്പിച്ചെടുത്തത്? ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം ഏറെ പ്രസക്തമാകുന്നത്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ആ കാര്യങ്ങൾ ഓരോന്നായി പഠനവിധേയമാക്കേണ്ടതുണ്ട്. മറ്റു വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.